ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാൾ കൂടിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് തിരക്കായിരുന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റിനും ഒരുപാട് ഈ മഴ പിടിച്ചതോടെ ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരുവാണല്ലേ. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ഏരിയയിൽ, നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ, അതുപോലെ നമ്മുടെ ഈ കേരളത്തിലുടനീളം എല്ലായിടത്തും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു പാലായിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ ഒരു അപകടം. ആ അപകടത്തിൽ 2 സ്ത്രീകളും ഒരു കുട്ടിയും മരണപ്പെടുകയുണ്ടായി. അതിനകത്ത് ആ കുട്ടി എൻ്റെ മോളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. ആ കൊച്ച്, അതിൻ്റെ അമ്മയും മരിച്ചു, കൂടെ വേറെ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ആ സ്ത്രീയും മരിച്ചു, ഈ കുഞ്ഞും അതിന് പുറകെ മരിക്കുകയുണ്ടായി. നമ്മൾ വളരെ അശ്രദ്ധമായിട്ട്, നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഡ്രൈവർ ആണെങ്കിലും നമുക്കെതിരെ വരുന്നവർ വളരെ മോശമായിട്ട് ഒരു ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നമ്മളെ മനഃപൂർവ്വം ഇടിച്ചിട്ടേച്ച് അവർ പോകത്തേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഒന്നുകിൽ മദ്യപാനം, മയക്കുമരുന്ന്, ആരെയെങ്കിലും കണ്ട് പേടിച്ചോടുന്നത്. ഇപ്പം എക്സൈസോ പോലീസോ ആരെങ്കിലും അവരെ പിന്തുടർന്ന് വരുന്നുണ്ടെങ്കിൽ അവർ നല്ല സ്പീഡിലായിരിക്കും കാറും കൊണ്ട് വരുന്നതോ ഏത് വണ്ടിയായാലും അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ പാവപ്പെട്ട നമ്മൾ ആ വണ്ടിയുടെ മുന്നിൽ വന്ന് വെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഇടിച്ചിട്ടച്ച് പോകും. നമ്മുടെ സൈഡ് നോക്കി പോരുകയാണെങ്കിൽ പോലും നമ്മുടെ നെഞ്ചത്തൂടെ കയറ്റിയായിരിക്കും വേണമെങ്കിൽ വണ്ടി വിടുന്നത്. അതുകൊണ്ട് നമ്മൾ റോഡിലിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ ചില ഓട്ടോക്കാർ, എല്ലാ ഓട്ടോക്കാരും അങ്ങനെയാണെന്നല്ല കേട്ടോ, ചില ഓട്ടോക്കാർ നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പം നമ്മുടെ ഫ്രണ്ടിൽ കയറി കൊണ്ടുപോകും, ഓട്ടോ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ പുറകെ വരുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ പെട്ടെന്ന് ചവിട്ടി നിർത്തിയേച്ച് ഒരു ഇൻഡിക്കേറ്റർ പോലും ഇടാതെ, ഒരു കൈ പോലും കാണിക്കാതെ അവരങ്ങ് കൂളായിട്ടങ്ങ് പോകുന്ന കാണാം. പോക്കറ്റ് റോഡൊക്കെ ഉണ്ടല്ലോ, പോക്കറ്റ് റോഡിലോട്ട് കൂളായിട്ട് ഇറങ്ങി അങ്ങ് പോകുന്ന കാണാം. പുറകിൽ വരുന്ന നമ്മൾ ചിലപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ഓട്ടോയുടെ പിന്നിൽ പോയി ഇടിക്കേണ്ട അവസ്ഥയാണ്. എല്ലാ ഓട്ടോക്കാരും അങ്ങനെയല്ല. അശ്രദ്ധമായിട്ട് ഓടിക്കുന്നവരോട് ശ്രദ്ധയോടെ നല്ല ഇതായിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാരും ഉണ്ട്. എനിക്ക് ഉള്ള അനുഭവം കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഞാനതുകൊണ്ട് ഓട്ടോക്കാരുടെ പുറകിൽ വരുവാണെങ്കിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചേ പോരുള്ളൂ. അവരെവിടെയാണ് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നത് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവരുടെ പുറകെ വരുന്നത്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ പോയി പെട്ടേനെ. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും, ഈ മഴയാണ്, ഓവർ സ്പീഡുണ്ട്, ഇപ്പം റോഡുകളെല്ലാം നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന റോഡുകളാണ്. അതുകൊണ്ട് സ്പീഡ് കൂടാനും അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം എല്ലാവരും വണ്ടി ഓടിക്കാൻ വേണ്ടി. നമ്മുടെ ജീവൻ മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ. നമുക്കെതിരെ വരുന്ന, അല്ലെ നമ്മുടെ പുറകെ വരുന്ന, അല്ലെ നമ്മുടെ മുന്നേ പോകുന്ന, അല്ലെ കാൽനട യാത്രക്കാർ കാണും, വഴി സൈഡിൽ ആളുകൾ നിൽക്കുന്നുണ്ടായിരിക്കും, കടകൾ കാണും, വാഹനങ്ങൾ കിടപ്പുണ്ടായിരിക്കും. ഇവരെയൊക്കെ നമ്മൾ കരുതി വേണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ചിലപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം ഒരു പട്ടിയായിരിക്കും കുറുകെ ചാടുന്നത്. അത് മതി, നമ്മുടെ നല്ല കാലത്തിന് ഒരു പട്ടി കുറുകെ ചാടിയാലും മതി നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാകാൻ. ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു പണ്ട്. ആ ഡോക്ടർ റോഡിൽ കൂടെ പോയ സമയത്ത് പട്ടി വട്ടം ചാടി. അങ്ങനെ ആ പുള്ളി റോഡിലെ കുഴിയിലോട്ട് വീണ് അങ്ങനെ അതിൻ്റെ കാല് മുറിച്ച് കളയേണ്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്തുള്ളൊരു ഇച്ചിരി പ്രായമുള്ള ഒരു ഡോക്ടർ കേട്ടോ. അതിന് ഒരു കാല് വെപ്പുകാലാണ്. പക്ഷേ ഇത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പം അറിയാൻ കഴിഞ്ഞത്, ഒരു പട്ടി കുറുകെ ചാടിയപ്പം വണ്ടി മറിഞ്ഞു. ബുള്ളറ്റായിരുന്നു, വണ്ടി മറിഞ്ഞു. പുള്ളിയുടെ കാലിന് നല്ലപോലെ എന്തോ പറ്റി, അത് കാല് മുറിച്ച് കളയേണ്ടി വന്നു. അങ്ങനെ ഒരു കാല് വെപ്പുകാലും കൊണ്ടാണ് അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു പട്ടിയാണെങ്കിലും മതി, വേറെ വാഹനമൊന്നും വേണമെന്നില്ല നമുക്ക് എന്തെങ്കിലും നല്ലപോലെ പറ്റാൻ വേണ്ടിയിട്ട്. എനിക്കുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി ഞാൻ പറയാം കേട്ടോ. ഞാൻ വലവൂര് ഉഴവൂര്, അതായത് ഉഴവൂര് പാലാ റൂട്ടിൽ കൂടെ
പാല സൈഡിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വലത്തോട്ടേക്ക് തിരിയാനൊരു ആവശ്യമുണ്ടായിരുന്നു. കൊടക്കച്ചിറ ഭാഗത്തേക്ക് കൊടക്കച്ചിറ എത്തിയപ്പോൾ എനിക്ക് വലത്തോട്ട് തിരിയേണ്ട അങ്ങോട്ടേക്ക് വലത്തു ഭാഗത്തുള്ള ഒരു ഷോപ്പിലേക്ക് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു 50 മീറ്റർ മുന്നിൽ നിന്ന് തന്നെ, ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഇടുന്നത്, സ്കൂട്ടറിലാണ് വന്നത്, ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ഒരു 50 മീറ്ററിന് മുമ്പേ തന്നെ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു, ഹോൺ അടിച്ച് വളരെ സ്ലോ ആയിട്ട്. അന്നേരം ആ വഴിയിലൊന്നും ആരും വരുന്നുണ്ടായിരുന്നില്ല, ഒരു വണ്ടിയോ മനുഷ്യരോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് ഇങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്ത് ആ ഷോപ്പിലോട്ട് കയറ്റാനായിട്ട് തുടങ്ങുമ്പം അവിടെ ഒരു എസ് വളവ് പോലെ ഉണ്ട് കേട്ടോ. ഇച്ചിരി നീളമുള്ള എസ് പോലെ ഇരിക്കുന്ന ഒരു വളവാണ്. ശരിക്കും എസ് അല്ല, എന്നാലൊരു ദീർഘമായിട്ടുള്ള ഒരു എസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു വളവായിരുന്നു. അവിടെ ഞാൻ ഹോണൊക്കെ അടിച്ചൊക്കെയാണ് കാര്യം പറഞ്ഞ അപ്പുറത്തോട്ട് കയറാനായിട്ട് നിൽക്കുന്നത്. എനിക്കിനി ഒരു 1 മീറ്റർ 1.5 മീറ്ററും കൂടെ കഴിഞ്ഞാൽ എൻ്റെ വണ്ടി അവിടെ ആ കോംപ്ലക്സിൻ്റെ മുറ്റത്തേക്ക് കയറുന്ന രീതിയിലായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാറ് ചീറിപ്പാഞ്ഞെന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റിൻ്റെ അത്രയും വേഗത്തിൽ, ബുള്ളറ്റൊക്കെ ഉണ്ട് അതിൻ്റെ ആ വേഗത്തിൽ, അല്ലെങ്കിൽ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് പറയാം, ആ ഒരു രീതിക്ക് ഒരു കാർ ഇങ്ങ് പാഞ്ഞു വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ മേല. ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടതെന്ന്. അങ്ങോട്ട് മുന്നോട്ട് കയറ്റിയാലും ഇടിക്കും, പുറകോട്ട് ഇറക്കാൻ പറ്റത്തുമില്ല. എന്നാൽ ആ സമയം ഒരു വണ്ടി പോലും ആ വഴി വന്നതുമില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. ഇയാൾ അന്നേരം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഇയാൾക്ക് ഇയാൾ ഹോൺ അടിച്ചിട്ടില്ല, ഇയാൾ ആ ബ്രേക്കിലൊന്നും ചവിട്ടിയിട്ടില്ല, ഇയാൾ നല്ലപോലെ ആക്സിലേറ്ററിൽ മുറുക്കി ചവിട്ടിയാണ് വന്നേക്കുന്നത്. പിന്നെ ഇയാൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു ബ്രേക്ക് ചവിട്ടിയ പോലെ. പക്ഷേ അയാൾക്ക് ആ വണ്ടി നിർത്താൻ അവിടെ സാധിച്ചില്ല, അതുപോലത്തെ സ്പീഡായിരുന്നു. ഈ സൗണ്ട് കേട്ടോണ്ട് ആ കടയിലും അപ്പുറേ കടയിലും എല്ലാം ഉണ്ടായിരുന്നവർ ചാടി ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചത്, ആ വണ്ടി എന്താ ഇത്ര സ്പീഡിലാണ് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു, പക്ഷേ എന്നെ മനഃപൂർവ്വം ഇടിപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞു. ഈ പുള്ളി കാണിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വണ്ടിയുടെ പുറകെ കൂടെ അങ്ങ് പോകാനുള്ള സ്പേസ് ഉണ്ട്. അതായത് ഇടതുവശം ചേർന്ന് പോകാം, അല്ലെങ്കിൽ ഇയാൾ വരുന്ന ഇടതുവശം അല്ല അപ്പുറത്തെ വശം ചേർന്ന് പോകാം, അല്ലെങ്കിൽ എൻ്റെ ആ വണ്ടിയുടെ പുറകെ പോകാൻ ഇഷ്ടം പോലെ ഇട അവിടെ ഉണ്ട്. പക്ഷേ ഇയാൾ എൻ്റെ വലത്തൂടെ കയറി, അതായത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുറ്റത്തൂടെ കാറ് കയറ്റി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഇതുണ്ട്, ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ടായിരുന്നു. ആ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു മുഴുത്ത ട്രാൻസ്ഫോമറാണ്. അത് ഈ ഗ്രില്ലൊക്കെ ഇട്ട് ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ആ ട്രാൻസ്ഫോമറിന് ഇടിച്ച് കയറേണ്ടതായിരുന്നു അതിനകത്തേക്ക് ഈ കാറ്. പക്ഷേ ഇയാൾ എങ്ങനെയോ വെട്ടിച്ച് എന്നെ ഒഴിവാക്കി. എന്നെ അയാൾ ശരിക്കും കണ്ടു, ഞാൻ അയാളെയും ശരിക്കും കണ്ടു. പക്ഷേ ഇയാൾ അന്യായ സ്പീഡിലായിരുന്നു. ഇയാൾക്ക് അവിടെ ബ്രേക്ക് ചവിട്ടി നിർത്താനോ ഒന്നിനും സാധിച്ചില്ല. ഇയാൾ എന്നിട്ട് ബ്രേക്ക് ചവിട്ടിയ ഒരു സൗണ്ട് മാത്രം കേട്ടു. ഇയാൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുറ്റത്തുകൂടെ കയറ്റി ട്രാൻസ്ഫോമറിൽ ഇടിക്കാതെ എങ്ങനെയോ ഒഴിവായിപ്പോയി. അന്നേരം ആ ഇറങ്ങി വന്നവരൊക്കെ പറഞ്ഞു, ആ പുള്ളി ഇപ്പം ട്രാൻസ്ഫോമറിനകത്ത് ഇരിക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും ഈ മറ്റുള്ളവർ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കൊരു മര്യാദ വേണം. അല്ലെങ്കിൽ ആ വണ്ടി ഇപ്പം അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാൻ ഒരു ഇട അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ടേ ആ വണ്ടി പോവുള്ളായിരുന്നു. ഏതായാലും എനിക്ക് സമയമായില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. ഞാൻ പോകുന്ന വഴിയിൽ ഒരു അപകടം എന്നെ കാണിക്കില്ലേന്നും, എനിക്കൊരപകടം ഉണ്ടാവരുതേ, ഞാൻ മൂലം മറ്റൊരാൾക്കൊരു അപകടം ഉണ്ടാവരുതേ, പിന്നെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു അപകടം എന്നെ കാണിച്ചേക്കരുതേ. നമ്മൾ ഒരപകടം ഉണ്ടാകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളും പോകും, നമ്മളും അപകടത്തിൽപ്പെടും. നമ്മളൊരു വണ്ടി ഇടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ പോകും, പുറകെ പോയി നമ്മളും വീഴും, അല്ലെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിക്കും, നമ്മുടെ ശ്രദ്ധ മാറും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. എന്നും വരുന്ന വഴി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അന്ന് അപകടമൊന്നും പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. അത് കുറേ ദിവസം കഴിഞ്ഞാണ് ഞാൻ പിള്ളേരോട് പോലും പറയുന്നത്. വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കും എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും ആരോടും പറഞ്ഞില്ല. ഞാനതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടന്നു. എനിക്ക് കുറേ ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിപ്പോയി. നമ്മൾ ഇത്രയും ശ്രദ്ധയോടെയൊക്കെ
നോക്കി വണ്ടി ഓടിച്ചിട്ട് നമ്മളുടെ മേത്തോട്ട് മനഃപൂർവ്വം ഒരാൾ കയറ്റാൻ വന്നല്ലോ എന്നുള്ളൊരു ചിന്തയും വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ദിവസത്തേക്ക് എനിക്ക് വണ്ടി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയിട്ട് ഒരു രാത്രി 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വന്നുകൊണ്ടിരിക്കുക. ചങ്ങനാശ്ശേരി പോയി റൂട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നല്ല ഇരുട്ടായിരുന്നു. അന്ന് അവിടെ വഴിവിളക്ക് ഉണ്ടായിരുന്നോന്ന് ഒരു സംശയമുണ്ട്. നല്ല ഇരുട്ടായിരുന്നു. മുന്നേ ഞങ്ങളുടെ കാറിന് ഫ്രണ്ടിലായിട്ട് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. അത് KSRTC ബസ്സായിരുന്നോ പ്രൈവറ്റ് ബസ്സായിരുന്നോ എന്ന് പോലും കാണാൻ മേല. അതിൻ്റെ ആ ചില്ല് മാത്രം നമുക്ക് കാണാം. ചില്ലിനകത്തൂടെ ചെറിയ വെട്ടം വരുന്നുണ്ട്. അതും ഒരു നിലാവ് പോലത്തെ ഒരു വെട്ടമേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെ 2 പാർക്ക് ലൈറ്റ് തെളിയുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഇല്ല. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് ഓരോ സ്ഥലത്തേക്കും ഇത് പാഞ്ഞാ പോകുന്നു കേട്ടോ, നമ്മുടെ ഫ്രണ്ടിൽ നല്ല സ്പീഡിലാണ് പോകുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, നമ്മൾ ഇച്ചിരി സ്പീഡ് കുറച്ച് പോയാൽ മതി, അതെവിടെ പോയാണ് ബ്രേക്ക് ഇടുന്നത് നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാവധാനത്തിലാണ് പോയത്. എന്നാലും ഈ വണ്ടി നമ്മളെക്കാളും നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കിനും ഇത് പൊടുന്നതിനെ ബ്രേക്ക് ഇട്ടു. ബ്രേക്ക് ലൈറ്റ് ഒന്നും കത്തുന്നില്ലായിരുന്നു. നമ്മളെങ്ങനെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ബസ്സിൻ്റെ പുറകിൽ നല്ല സ്പീഡിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ബ്രേക്ക് ഇടുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പകൽ വെളിച്ചത്തിലാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് കയറാൻ ആൾക്കാർ നിൽപ്പുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അതൊരു ബസ് സ്റ്റോപ്പാണ്, അവിടെ നിർത്താൻ സാധ്യതയുണ്ട്, നമ്മളും സ്ലോ ചെയ്ത് പോകണമെന്ന്. പക്ഷെ രാത്രിയാകുമ്പോൾ നമുക്കത് അറിയത്തില്ല. നമ്മൾ ഒത്തിരി അങ്ങനെ അധികം ഒന്നും സഞ്ചരിക്കാത്ത റൂട്ടുമാണ്. അപ്പം നമുക്കതൊന്നും മനസ്സിലാകത്തുമില്ല. ഇങ്ങനെയാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളും നല്ല സ്പീഡിൽ പോകുന്നു, ഈ വണ്ടി നമ്മുടെ മുന്നേ നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളും ആ വണ്ടിയുടെ പുറകെ കത്തിച്ച് വിട്ട് പോന്നു കഴിഞ്ഞാൽ ഇതെവിടെയെങ്കിലും കൊണ്ടേ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പുറകെ പോയി ഇടിച്ചവിടെ നിൽക്കുകയുള്ളൂ, ഇടിച്ചങ്ങ് കയറത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാ എന്നൊക്കെ എന്നിട്ട് പറയുകയും ചെയ്യും. എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഫ്രണ്ട് വശം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഫ്രണ്ട് വശം നമുക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും അവിടെ ഹോൺ അടിക്കണം. അവിടെ മാക്സിമം സ്പീഡ് കുറച്ച് പോകാൻ നോക്കണം. ഹോൺ അടിച്ച് നമ്മൾ അതിലെ വരുന്നുണ്ട് എന്നെതിരെ വരുന്നവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലൊരു അറിയിപ്പ് കൊടുത്ത് പോവുകയാണെങ്കിൽ ഒട്ടുമുക്കാലും അപകടങ്ങൾ കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഈ പാലായിൽ സംഭവിച്ച അപകടം അതൊരു വളവെടുത്ത് വന്നപ്പോഴാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവരുണ്ടെന്ന് കാറുകാരൻ അത്ര ചിന്തിച്ച് കാണുകയില്ല. ഈ 2 സ്കൂട്ടറുകൾ വരുന്നുണ്ടെന്നുള്ളത് കാണത്തില്ലല്ലോ, ഫ്രണ്ട് കാണത്തില്ലല്ലോ. അങ്ങനെയായിരിക്കും സംഭവിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും എതിരെ വരുന്ന നമ്മളാണേലും എപ്പോഴും ഒരു അറിയിപ്പ് കൊടുത്ത് ഒരു ഹോണൊക്കെ അടിച്ച് പോരുകയാണെങ്കിൽ നമ്മളും സേഫായിരിക്കും. എതിരെ വരുന്നവരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനെ നമുക്ക് അപകടങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യരുടെ മനഃപൂർവ്വം തന്നെ സ്പീഡ് കൂട്ടി വന്നിട്ട് ആളുകളെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെ വരുമ്പം അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് മനഃപൂർവ്വം തന്നെയാണ്. മുന്നിലൊരു വണ്ടി കണ്ടിട്ട് തന്നെയാണ് ഇടിച്ച് കയറ്റുന്നത്. അതേസമയം ഒരു ബ്രേക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ടയർ ഊരിപ്പോയി, ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം എന്തെങ്കിലും വണ്ടിയിലുണ്ടായി, ബ്രേക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനഃപൂർവ്വമായതല്ല, അതിന് ഓരോ സാഹചര്യത്തിൽ സംഭവിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനഃപൂർവ്വം കയറി ഇടിക്കുന്നതിന് മനഃപൂർവ്വമുള്ള നരഹത്യ എന്ന് തന്നെ പറഞ്ഞ് കേസെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ എനിക്കങ്ങനെ, ഇതിപ്പോൾ ഒരു 3-4 മാസമായതാവട്ടെ എൻ്റെ സംഭവം, എൻ്റെ കാര്യം പറഞ്ഞത് 3-4 മാസമായതാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാവരും എന്നെയും വഴി പറയും. ഞാനും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ടാണെന്നല്ലേ കുറച്ചെങ്കിലും ആൾക്കാരങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. അവിടെ കൂടി നിന്നവരൊക്കെ പറയുകയും ചെയ്തു, അവൻ എന്തെങ്കിലും കഞ്ചാവായിരിക്കും, അല്ലേ വണ്ടിക്കകത്ത് കഞ്ചാവ് കാണും, അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോയതായിരിക്കും, ട്രാൻസ്ഫോമറിനകത്തുനിന്ന് ഇപ്പോൾ അവനെ വാരിയടിക്കേണ്ടി വന്നേനല്ലോ എന്നൊക്കെ പറയുണ്ടായി. അതുപോലെ നമ്മളെയും കൊണ്ട് ആരും പറയാൻ ഇടവരുത്താതെ ഇരിക്കുക. നമ്മൾ റോഡിലേക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവൻ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. എതിരെ വരുന്ന ഒരാൾ, അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാവിയുണ്ട്, ജീവിതമുണ്ട്, ഇതെല്ലാം ആലോചിച്ച് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരപകടം ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലായിരുന്നോ, കൊല്ലത്ത് ഒരു മിനിവാന് ഒരു 2 സ്ത്രീകളുടെ
മേത്തേക്ക് പാഞ്ഞു കയറി അവർ തൽക്ഷണം മരിച്ചു. ഒരു ഓട്ടോ ഡ്രൈവർക്ക് കാര്യമായിട്ട് കാലിന് പരിക്ക് പറ്റി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ആക്സിഡൻറ്റ് സംഭവിച്ചു. ആംബുലൻസിന് ആക്സിഡൻറ്റ് സംഭവിച്ചു, അവർ മരിച്ചു. അങ്ങനെ എത്ര വാർത്തകളാണ് നമ്മൾ ദിവസവും കാണുന്നത്. നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ, സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. നമുക്ക് മരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാനോ അവർക്കൊരു ജീവിതം പിന്നെ കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. എന്നാൽ നമുക്ക് പലരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു ബസ് ഡ്രൈവറായിരുന്നു. ഒരുപാട് നാൾ ബസ് ഓടിച്ച് പരിചയമുള്ള ഒരു നല്ല ഡ്രൈവറായിരുന്നു. നേരം മുത്തച്ഛന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടായി. പുള്ളി ആ വണ്ടി സൈഡിൽ ഒതുക്കി ബ്രേക്ക് ചവിട്ടി നിർത്തിക്കഴിഞ്ഞ് ആണ് വണ്ടിയിലേക്ക് മറിഞ്ഞു വീഴുന്നതും സ്ട്രോക്കായിട്ട് പിന്നെ കിടപ്പായിരുന്നു കേട്ടോ. 5-6 വർഷം കിടപ്പായി. എൻ്റെ അമ്മയുടെ കല്യാണത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. എനിക്കൊരു 3-3.5 വയസ്സാകുമ്പോഴത്തേക്കിന് മരിക്കുകയും ചെയ്തു. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലപോലെ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വേണമെങ്കിൽ ആ ബസ്സിനകത്തുണ്ടായിരുന്നവരെല്ലാം അപകടപ്പെടുത്താമായിരുന്നു, റോഡിൽ നിന്നവരെ. ഇന്നത്തെ പോലെ ഒരുപാട് ബസ് തിരക്കുള്ള, വണ്ടി തിരക്കൊന്നും ഉള്ള വഴികളായിരിക്കില്ല അന്നത്തെ കാലത്ത്. ഇന്ന് ഒരുപാട് വണ്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമുക്ക് റോഡിലൊന്നും ഇറങ്ങിയാൽ ഇടയില്ലാത്ത പോലെ, നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പോലും ഇടയില്ലാത്ത പോലെ 2 സൈഡിലും വണ്ടികൾ, ആൾക്കാർ ഒക്കെ തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അന്ന് അങ്ങനെയൊന്നുമില്ല. എന്നാൽ പോലും ഒരപകടത്തിൽ പെടുത്താമായിരുന്നതാണ്. അതിനകത്ത് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഒരു കുഴപ്പവും കൂടാതെ സേഫായിട്ട് വണ്ടി നിർത്തി. അതിന് ശേഷമാണ് മറിഞ്ഞ് വീഴുന്നത്. എന്നാൽ സ്ട്രോക്കാണെന്ന് മനസ്സിലായി, ആശുപത്രിയിലൊക്കെ കൊണ്ടുവന്നു. ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു വാർത്ത കണ്ടായിരുന്നു. ഒരു KSRTC ബസ് ഓടിച്ച ഒരു ഡ്രൈവർക്ക് ഇതുപോലെ കുഴഞ്ഞു വീണ് ആ പുള്ളിയും ഇതുപോലെ വണ്ടി പെട്ടെന്ന് സംയോജിതമായിട്ട് ചവിട്ടി നിർത്തി അതിനകത്തെ ആളുകളെ രക്ഷിക്കുകയുണ്ടായി. അതിന് ശേഷമാണ് പുള്ളി കുഴഞ്ഞ് സീറ്റിലേക്ക് വീഴുന്നത്. ഇങ്ങനെയുള്ള നല്ല ഡ്രൈവർമാരും നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ കണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടും റോഡിലുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.